ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഒരു വീട്ടിൽ എർത്ത് ലീക്കേജ് ആയിട്ട് ഗിൽസിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെ സമീപിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഏത് വഴിക്കാണ് നമുക്ക് ഈ ലീക്കേജ് വന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. കാരണം ഒരുപാട് ആളുകളും നമ്മളെ വീട്ടിൽ വയറിങ് ചെയ്യുമ്പോൾ, അതായത് എന്തൊക്കെ അതിന് സുരക്ഷ ഇത് വെക്കണം, മാനദണ്ഡങ്ങൾ പാലിച്ച് എങ്ങനെ വയറിങ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരുവിധ ആളുകൾ ചെയ്യാറില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഞങ്ങൾ ചെയ്ത ഈ ചെക്ക് ചെയ്ത ആ വീട്ടിലെ അവസ്ഥ. അപ്പോൾ അവിടെ എന്തിൻ്റെ അഭാവം മൂലമാണ് നമുക്ക് ആ എർത്ത് ലീക്കേജ്, നമുക്ക് ഒരു സുരക്ഷ കിട്ടാതെ അങ്ങനെ ലീക്കേജ് ആയി പോകാൻ കാരണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. പിന്നെ അതുമാത്രമല്ല, എന്താണ് ഏത് എക്യുപ്മെൻറ്റിനാണ് ലീക്കേജ് വന്നതെന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ആ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കാണുന്നവർ, ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് നമ്മൾ എർത്ത് ബോൾട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഗിൽസിലും സിങ്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെറിയ തോതിൽ എർത്ത് അടിക്കേണ്ടതെന്നുള്ള ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ മീറ്ററിൽ ഞങ്ങൾ നോക്കിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ ഈ വീട്ടിൽ എർത്ത് പാസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഗിൽസ്, അതുപോലെ തന്നെ സിങ്ക്, ഇതിനനുബന്ധിച്ചുള്ള എല്ലാ ഗിൽസിലും വരുന്നുണ്ട്. അങ്ങേപ്പുറത്തെ ഗിൽസിലും ഈ ഒരു ഗിൽസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ പുള്ളി തുടയ്ക്കുന്ന സമയത്തൊക്കെയാണ്, അതായത് നനവുള്ള സമയത്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. കാരണം ചെറിയ തെറിപ്പ് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. തെറിപ്പുണ്ട്, എന്തായാലും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ന്യൂട്രാണോ ഫേസാണോ നോക്കിയപ്പോൾ അത് ഫേസ് അല്ല, ന്യൂട്രാണ്. ഫേസ് ആകുമ്പോൾ അങ്ങനെ ഒന്നും ആവില്ല, അടിക്കുക നല്ല അടി അടിക്കും. അപ്പോൾ ഇത് ന്യൂട്രാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ര് പാസ് ചെയ്ത് ഇങ്ങനെ വരാൻ കാരണം ഈ വീട്ടിൽ RCCB ഇല്ല. കണ്ടോ, ഈ മീറ്ററിൽ ഈ സിമ്പിൾ കാണിക്കും. ഇത്തരം മീറ്ററിൽ എർത്ത് ബോൾട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ ഇതുപോലെ കാണിക്കും. അനലോഗ് മീറ്റർ ആണെങ്കിൽ അതിന് പ്രത്യേക ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ RCCB ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാതിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഇങ്ങനത്തെ അവസരം വരുമ്പോൾ ബിൽഡിങ് മൊത്തം, അതായത് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, എർത്ത് ബോൾട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യൽ സ്വാഭാവികമായിട്ടും ഫാനുകളാണ്. ഫാൻ വഴിയാണ് എന്തായാലും ഇത് ബിൽഡിംഗ് മൊത്തം പാസ് ചെയ്യുള്ളൂ എർത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോയത് നമ്മളെ കിച്ചണിലെ ഫാൻ തന്നെയാണ്. ഈ ഫാനിമത്തെ വയറ് ഒഴിവാക്കി നോക്കി. ഇതിമത്തെ വയറ് ഇങ്ങോട്ട് വന്ന ഫാനിന് കണക്ട് ചെയ്ത വയറൊക്കെ ഊരി മൊത്തം ഒഴിവാക്കിയിട്ട് നോക്കിയിട്ടും പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലായി. വേറെ റൂമിൽ പോയി നോക്കി, അവിടെ നോക്കിയപ്പോഴാണ് ഈ ഒരു ഫാനിലാണ് ഇതിൻ്റെ പ്രശ്നം കണ്ടത്. ഇത് ഒഴിവാക്കി ഒക്കെ നോക്കിയപ്പോൾ കറക്റ്റ് നമുക്ക് ആ പ്രശ്നം സോൾവായി. അപ്പോൾ ഈ ഒരു ഫാനിൽ കൂടെയാണ് ന്യൂട്രൽ എർത്തായി പോയത്. അപ്പോൾ എന്താ സംഗതി വെച്ചാൽ, ഈ ഒരു ഫാനിൻ്റെ ഷാക്ലിങ്ങിന് ബുഷ് പോയിട്ടുണ്ട്. ബുഷ് പോയിട്ട് ബോൾട്ടും ഹൂക്കും തമ്മിൽ ബന്ധം വന്ന്, ബുഷ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല, ഫാൻ ഓടും, നമ്മൾ കറണ്ട് കൂടുന്നുള്ളൂ, അത്രയും ഡാമേജ് ആയി പോയില്ലേ. ഇതണ്ട, ഇതിന് ബുഷ് തേയ്മാനം സംഭവിച്ചിട്ട് ബോൾട്ടും ഹൂക്കും തമ്മിൽ ബന്ധം വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബിൽഡിംഗ് മൊത്തം കറണ്ട് പാസ് ചെയ്യും. ഈ ഒരു DB വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥ, ഇതിൽ RCCB ഇല്ല. പെട്ടെന്ന് RCCB വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്ത വയറിങ് എല്ലാമെങ്കിലും ഞാൻ കൊണ്ടുവന്നാൽ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു സംഗതി വന്നപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പോയില്ല. ഇതിപ്പോൾ ന്യൂട്ര് പോയാലും സംഗതി മീറ്റർ ഓടും, ന്യൂട്ര് പാസിങ് ആണെങ്കിലും. അപ്പോൾ ഈ ഒരു സംഗതി ന്യൂട്ര് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ഫേസ് ആണെങ്കിൽ എന്താവും അവസ്ഥ? ഫേസ് ആകുമ്പോൾ ആൾക്ക് ജീവഹാനി വരെ സംഭവിക്കുക. അതുകൊണ്ട് ഒരു അമാന്തം വേണ്ട, ആളുകൾ RCCB വിട്ടൊരു കളിയും കളിക്കേണ്ട. പിന്നെ മീറ്റർ ബോർഡ് വെക്കേണ്ടത് ഇത്ര ഹൈറ്റ് കൂടരുത്. ഞാൻ ഈ സ്റ്റൂളിൽ കയറിയിട്ടാണ് വെച്ചത്. ഹൈറ്റ് എപ്പോഴും നമ്മൾ 1.5 മീറ്റർ കറക്റ്റാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. RCCB വെക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, സംഗതി കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മളൊരു RCCB ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂട്രൽ വന്നതുകൊണ്ടല്ലേ. നേരെ മറിച്ച് അതൊരു ഫേസ് ആണെങ്കിലോ, ന്യൂട്രലായതുകൊണ്ട് കൈ നനയുമ്പോൾ ഒരു ചെറിയ തരിപ്പ് വരും. നേരെ മറിച്ച് അത് ഫേസ് വഴിയാണ് വന്നതെങ്കിൽ
എന്ത് ചെയ്യും? ഈ പിടിച്ച ആൾക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം നമ്മളെപ്പോഴും ഒരു 2000 റുപ്യേൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഈ ഇലക്ട്രീഷ്യന്മാർ ആര് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ആയുസിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മോട്ടറിൽ നിന്ന് ഷോക്ക് അടിച്ച്, ഗിൽസിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഈ വെള്ളം മുക്കുമ്പോൾ പിന്നെ നമ്മൾ കപ്പിമെന്ന് കിണറിൻ്റെ ഗിൽസിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചത്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ അറിവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു RCCB ഈ വീടുകളിലൊന്നും RCCB ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ 2 അപകടങ്ങൾ നടന്ന വീടുകളിൽ ഒരു കുട്ടി, ഒരു 1.5 വയസ്സായ ഒരു അമ്മയാണ് മരിച്ചത്. രണ്ടും അടുത്തടുത്ത്. അപ്പോൾ ഈ 2 വീടിലും RCCB ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നെ 2000 റുപ്യേൻ്റെ ഒരു മാറ്റം നോക്കിയിട്ട് ഒരിക്കലും ആ ഒരു ലാഭം ആരും കാണണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഇനി ചെയ്യുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഒരുവിധം ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ്ട് ഒരിക്കലും അത് മാറ്റി വെക്കരുത്. RCCB ലൈനിൽ ഒരു RCCB വെക്കൽ നിർബന്ധമാണ്. ഇപ്പം ആരെങ്കിലും വീടുകളിൽ RCCB ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കോളി, വേഗം വെച്ചോളി പോയിട്ട് RCCB കേട്ടോ. ഒരു ഇലക്ട്രീഷ്യനെ കണ്ടിട്ട് അവരോട് പറയാം ഒരു RCCB ഒന്ന് വെച്ചാൽ നിന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാ കൂട്ടുകാർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.